ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ. അവിടുത്തെ ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രകാശം ഞങ്ങളുടെ കണ്ണുകളിലേക്ക് അയക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 9:39 കർത്താവ് ആത്മീയ അന്ധതയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണേണ്ടതിനും കാഴ്ചയുള്ളവർ അന്ധരായി തീരേണ്ടതിനും ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങളിൽ പാപം ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കാഴ്ചയുള്ളവർ അന്ധരായി തീരേണ്ടതിനും കാഴ്ചയില്ലാത്തവർ കാണേണ്ടതിനും എപ്രകാരമാണ് ഈശോ ഈ ലോകത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വന്നതെന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാം. ഞാൻ കണ്ണട ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ജോലിസ്ഥലത്ത് വെച്ച് എൻ്റെ കണ്ണാടി നഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത ദിവസം ജോലിക്കായിട്ട് കടന്നു ചെന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമോ? പക്ഷേ ആ നിമിഷം തന്നെ കർത്താവായ യേശു ജന്മനാ അന്ധനായ അവനെ സുഖപ്പെടുത്തുന്ന ആ സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഈ ചെറിയൊരു വൈകല്യം മാറ്റുവാനായിട്ട് കർത്താവിൻ്റെ ആ വലിയ പ്രകാശം എൻ്റെ കണ്ണുകളിലേക്ക് ഈ നിമിഷം ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഈ ലോകത്തെ എനിക്കൊന്ന് കാണാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ. അപ്പോൾ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം പലതരത്തിൽ കാഴ്ചയുടെ വൈകല്യങ്ങളുള്ളവരാണ്. ചിലർ പറയാറുണ്ട് അവർക്ക് ഷോർട്ട് സൈറ്റാണ്, അതായത് നമുക്ക് അകലെയുള്ള വസ്തുക്കളൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ചിലർക്ക് ലോങ് സൈറ്റ് എന്ന് പറയുന്നു, അത് അടുത്തുള്ള വസ്തുക്കളൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. പിന്നെയും നമ്മൾ കേട്ടിട്ടുണ്ട് തിമിരം ബാധിച്ച കണ്ണുകൾ. അവരുടെ കണ്ണുകളിലേക്ക് ഒരു പാട പോലെ വന്ന് മൂടുകയാണ്. അവർക്കൊന്നും വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ആത്മീയ അന്ധതയെക്കുറിച്ച് ചിന്തിച്ചാലും ഏതുപോലുള്ള അവസ്ഥകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം ചില വ്യക്തികൾ, അതായത് ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് പോലെ, അവരുടെ കണ്ണുകൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകളിൽ ഉടക്കിക്കിടക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, സുഖങ്ങൾ, ഇവിടുത്തെ ആസക്തികൾ, ഇതിലെല്ലാം അവരുടെ കണ്ണുകളും അവരുടെ ചിന്തകളും ഉടക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ ഒരു ലോകം, സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾ, സ്വന്തം വീട്, സ്വന്തം കുടുംബം, ഇതിനപ്പുറം ഒരു ലോകത്തേക്ക് കാണുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനോ ഉന്നതത്തിലേക്കൊന്ന് നോക്കുവാനോ അല്ലെങ്കിൽ നശ്വരമായ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുവാനോ അന്വേഷിക്കുവാനോ അത്തരത്തിലുള്ളൊരു കാഴ്ച അവർക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനും സാധിക്കുന്നില്ല. അതുപോലെ നമ്മൾ പറഞ്ഞു ലോങ് സൈറ്റ് ഉള്ളവർ. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില വ്യക്തികൾ അവർ സ്വർഗം ലക്ഷ്യമാക്കി തന്നെയാണ് ജീവിക്കുന്നത്. പലപ്പോഴും സ്വർഗം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താണ് അവരെ കൂടുതൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫരിസേയരുടെ ആ മനോഭാവത്തോടു കൂടി നിയമങ്ങളും കൽപ്പനകളുമൊക്കെ മുറതെറ്റാതെ പാലിക്കുന്നു. പലപ്പോഴും അവർ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തിരക്കിട്ടോടുന്നു. പക്ഷേ ധനികൻ്റെയും ലാസറിൻ്റെയും ആ ഉപമയിൽ കാണുന്നത് പോലെ പടിവാതിൽക്കൽ കിടക്കുന്ന ദരിദ്രനെ കാണുവാനുള്ള ഒരു കാഴ്ച അവർക്കുണ്ടാകുന്നില്ല. സ്വന്തം കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുമുള്ള ജോലിസ്ഥലത്തുള്ള സ്വന്തം സഹോദരങ്ങളുടെ
ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അവസ്ഥ, ഇതൊന്നും കാണുവാനായിട്ടുള്ള ഒരു കാഴ്ച അവർക്കുണ്ടാകുന്നില്ല. കാണപ്പെടുന്ന തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞു തിമിരം ബാധിച്ച കണ്ണുകൾ അല്ലേ. ചില മനുഷ്യർ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. അതായത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അതേ അനുഭവം തന്നെ. കൂടെ സഞ്ചരിച്ച കർത്താവിനെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമുക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെ അനുദിനം അനുഗ്രഹങ്ങളാൽ വഴി നടത്തുന്ന നമ്മുടെ കൂടെയുള്ള കർത്താവിനെ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കർത്താവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. ആ കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് പലപ്പോഴും വ്യക്തമാകുന്നില്ല. ഇന്ന് നമുക്കറിയാം ലോകമെമ്പാടും നടക്കുന്ന ധ്യാനങ്ങൾ. നമ്മുടെ വീട്ടിലുള്ള മൊബൈൽ ഫോണിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ ലോകമെമ്പാടും നടക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഇന്ന് ലോകമെമ്പാടും നടക്കുന്നു. മെഡിക്കൽ സയൻസിനെ പോലും അമ്പരപ്പെടുത്തുന്ന രോഗശാന്തികൾ, മാനസാന്തരം, ഇതെല്ലാം നമ്മൾ അനുദിനം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാനായിട്ട്, ഒരു പടി ആ ലോകത്തിൻ്റെ വഴിയിൽ നിന്നൊന്ന് മാറി സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇങ്ങനെ സംഭവിക്കുന്നത്? യെശയ്യായുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, അവർ കണ്ടിട്ടും കാണുന്നില്ല, അവർ കേട്ടിട്ടും കേൾക്കുന്നില്ല, അവരുടെ ഹൃദയം ഒന്നും ഗ്രഹിക്കുന്നില്ല. ഇതുതന്നെയാണ് നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരം വൈകല്യങ്ങളിൽ കൂടി കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ആത്മീയ അന്ധത നമുക്ക് ഇവിടെ വ്യാപിച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെയും ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്. നമ്മളിൽ ആ ആത്മീയ അന്ധത അപ്പോൾ തന്നെ നിലനിൽക്കുന്നു. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആദ്യ മാതാപിതാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ദൈവം അവരോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, ആ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. എന്നാൽ സാത്താൻ സ്ത്രീയോട് പറയുന്നു, ആ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല, മറിച്ച് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നന്മയും തിന്മയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഒരു നിമിഷം ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അവരെ വഞ്ചന നിറഞ്ഞ ആ സാത്താൻ്റെ വാക്കുകൾ വിശ്വസിച്ചു, അനുസരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകളെ അവർ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ആ നിമിഷം വചനം പറയുന്നു, ആ ഫലം ഭക്ഷിച്ച ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. നമുക്കറിയാം അതുവരെ അവർക്കുണ്ടായിരുന്ന ആ കാഴ്ച എന്തായിരുന്നു? അവരുടെ കണ്ണുകൾ ദൈവത്തെ മാത്രം കാണുകയായിരുന്നു. ആ പറുദീസായിലെ ദൈവാനുഭവത്തിൽ മാത്രം ജീവിച്ചിരുന്ന അവർ ഈ അനുസരണക്കേടിലൂടെ, പാപത്തിലൂടെ അവരുടെ കണ്ണുകൾ ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക്, തിന്മയിലേക്ക് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. മാനവകുലം മുഴുവനും ഒരു പാപാന്ധകാരത്തിലേക്ക് അങ്ങനെ നിപതിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കായേനും ആബേലും അവിടെ സ്വന്തം സഹോദരനെ കാണുവാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഹോദരൻ്റെ കൊലപാതകം അവിടെ നടത്തപ്പെടുന്നത്. ഇന്നും അനുദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഇവയൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല, ബന്ധങ്ങൾ മനസ്സിലാകുന്നില്ല, മനുഷ്യൻ്റെ കണ്ണുകൾ അന്ധമായിരിക്കുകയാണ്. മറ്റുള്ളവരിലെ ദൈവത്തെ കാണുവാനോ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നോ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം മനുഷ്യൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 3:6 ഇപ്രകാരം പറയുന്നുണ്ട്, പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നിട്ടും മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവൻ്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഈ പാപാന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി കർത്താവായ ഈശോ കടന്നു വന്നു. അവിടുത്തെ തിരുരക്തത്താൽ അവിടുന്ന് മാനവകുലത്തെ വീണ്ടെടുത്തു. ഈശോയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 4:16 ഇപ്രകാരമാണ് പറയുന്നത്, അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനങ്ങൾ ഒരു പ്രകാശം കണ്ടു, മരണത്തിൻ്റെ നിഴലിലും താഴ്വരയിലും ഇരുന്ന ജനങ്ങൾക്കായി ഒരു വലിയ ദീപ്തി ഉദയം ചെയ്തു. എപ്രകാരമാണ് ഈശോ നമ്മുടെ അന്ധത,
അവിടുത്തെ തിരുരക്തത്താൽ കഴുകി മാറ്റിയതെന്ന് നമുക്ക് വചനങ്ങളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞു, ജന്മന അന്ധനായിരുന്ന ആ മനുഷ്യനെ ഈശോ കാണുന്നു. വചനത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ ഈശോ വ്യക്തമാക്കുന്നു, അവൻ അന്ധനായിരിക്കുന്നത് അവൻ്റെ പാപങ്ങൾ മൂലമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലെ അന്ധത പ്രാപിച്ച അവസരങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകാം, തകർച്ചകളാകാം, രോഗങ്ങളാകാം. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത, ആരും നമ്മളെ മനസ്സിലാക്കാത്ത അവസ്ഥകളിലൂടെയായിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. നമ്മളെ വലിയ പദ്ധതികൾക്കായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ഒരു സഹനത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ളൊരു സത്യം നമ്മൾ പലതവണ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളത് വിശ്വസിക്കണം. നമുക്ക് കാണാൻ സാധിക്കും എപ്രകാരമാണ് ഈശോ അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്നത്. ഈശോ തുപ്പലുകൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി. അതിനുശേഷം സീലോഹ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. ആ സിലോഹ കുളത്തിൽ പോയി കഴുകുവാനായിട്ട് കർത്താവ് പറയുന്നു. സീലോഹ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. ആരാണ് അയക്കപ്പെട്ടവൻ? നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്നെയാണ് അയക്കപ്പെട്ടവൻ. കർത്താവിനാൽ കഴുകപ്പെടുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അവൻ കഴുകി കാഴ്ചയുള്ളവനായിട്ട് തിരിച്ചു വന്നു എന്ന് വചനം പറയുന്നു. കർത്താവായ യേശു അവന് കൊടുത്തത് വെറും ഭൗതികമായൊരു കാഴ്ച മാത്രമല്ലായിരുന്നു. അതോടൊപ്പം അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാണ് കർത്താവ് തുറന്നു കൊടുത്തത്. അവൻ്റെ ആത്മീയ നേത്രങ്ങൾ അവിടെ തുറക്കപ്പെടുകയായിരുന്നു. ആദ്യം തന്നെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അന്ധനാക്കിക്കൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ ചെളി പുരട്ടി ഈ ലോകത്തേക്കുള്ള കാഴ്ചകൾ അടച്ചുകൊണ്ട് കർത്താവ് അവനെ തൻ്റെ തിരുരക്തത്താൽ കഴുകി ഈ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആത്മീയമായിട്ടുള്ള അവൻ്റെ കണ്ണുകളെ തുറന്നു കൊടുത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഫരിസേയരുടെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ അവൻ ഉറച്ചു നിന്നുകൊണ്ട് പിന്നീട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഇവൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ധൈര്യപൂർവ്വം ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് അവന് സാധിക്കുന്നു. നമുക്കിതുപോലെ തന്നെ മറ്റൊരനുഭവം കാണാൻ സാധിക്കും. സാവൂൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പൗലോസ് അപ്പസ്തോലൻ്റെ ദമാസ്കസ് അനുഭവത്തിൽ. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ അഹങ്കാരമാകുന്ന കുതിരപ്പുറത്ത് നിന്ന് ദമാസ്കസിലേക്ക് പോകുന്ന വഴി താഴെ വീഴുകയാണ്. വലിയൊരു അന്ധതയിലേക്കാണ് അപ്പസ്തോലൻ വീഴുന്നത്. പക്ഷേ ആ അന്ധതയിൽ കർത്താവിനെ തിരിച്ചറിയുവാനായിട്ട് പൗലോസ് അപ്പസ്തോലന് കഴിയുന്നു. പീഡിപ്പിക്കുന്ന യേശുവിനെ ശരിക്കും കണ്ടുമുട്ടുവാനും തിരിച്ചറിയുവാനും അപ്പസ്തോലന് കഴിയുന്നു. വചനത്തിൽ പറയുന്നു, 3 ദിവസത്തേക്ക് അപ്പസ്തോലൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ആ അന്ധതയും മറ്റുള്ള കാര്യങ്ങളും ലോകത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ ഒരു വിടുതലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം അനനിയാസ് എന്ന ശിഷ്യൻ വഴി പൗലോസ് അപ്പസ്തോലൻ്റെ കണ്ണുകളിലേക്ക് കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ സത്യത്തിൻ്റെ പ്രകാശം അയക്കുന്നുണ്ട്. അനനിയാസ് എന്ന ശിഷ്യൻ പൗലോസിൻ്റെ അപ്പസ്തോലൻ്റെ അടുത്ത് ചെന്ന് പറയുന്നു, നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. അതെ, വീണ്ടും ഒരു കാഴ്ച അവിടെ പൗലോസ് അപ്പസ്തോലന് കിട്ടുകയാണ്. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ പോലെ എന്തോ അടർന്നു വീഴുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നു. ഇതുതന്നെയാണ് നമ്മുടെയൊക്കെയും കണ്ണുകൾ. ഈ ലോകത്തിൻ്റെ പല മോഹങ്ങളും സുഖങ്ങളും ലോകത്തിൻ്റേതായ ചിന്തകൾ, ഇങ്ങനെ പലതരം ചെതുമ്പലുകൾ കൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെയും അടഞ്ഞിരിക്കുകയാണ്, മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്നും നമ്മുടെ പാപങ്ങൾ വഴി ക്രൂശിക്കപ്പെടുന്ന കർത്താവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഉടൻ തന്നെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ അപ്പസ്തോലൻ പ്രഘോഷിക്കുവാൻ തുടങ്ങുന്നു. റോമാക്കാരുടെ സുവിശേഷം 1-ാം അധ്യായം 2-ാം വചനത്തിൽ അപ്പസ്തോലൻ ഇപ്രകാരം പറയുന്നുണ്ട്, തൻ്റെ സുവിശേഷം അനാദിയിലെ പ്രവാചകന്മാർ മുഖേന വിശുദ്ധ ലിഖിതങ്ങളിൽ ഇതെഴുതപ്പെടണമെന്ന് ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതി, ഈ വലിയ യേശുവിൻ്റെ നാമം വഹിക്കുന്ന ഏറ്റവും ശക്തനായ സുവിശേഷകൻ, എൻ്റെ നാമം വഹിക്കുന്ന പാത്രം, ഈ ഒരു രീതിയിൽ അപ്പസ്തോലന് മാറാൻ സാധിച്ചത് ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതി തൻ്റെ അന്ധതയിലൂടെ
തൻ്റെ ആ അനുഭവത്തിലൂടെയാണ് ആ പദ്ധതി അപ്പസ്തോലന് വെളിപ്പെടുത്തി കിട്ടുന്നത്. നമുക്ക് പലപ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു പദ്ധതി തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നമ്മുടെ കണ്ണുകളും ലോകത്തിൻ്റെ പല ചിന്തകളാകുന്ന ചെതുമ്പലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹാഗാറിൻ്റെ മരുഭൂമി അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. ബുദ്ധിയിൽ ഒരു നിമിഷം അന്ധകാരം നിറഞ്ഞു ഹാഗാർ. താൻ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ യജമാനത്തിയോട് നിന്ദ്യമായിട്ട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഹാഗാർ, ആ ഹാഗാർ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് തൻ്റെ വേദനയിലും തൻ്റെ ഏകാന്തതയിലും ദൈവത്തിൻ്റെ സ്വരം അവൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. ഇസ്മയേൽ എന്ന മകനെക്കുറിച്ചും അവളിൽ നിന്ന് എണ്ണിയാൽ തീരാത്ത വിധം സന്തതികളെ ഞാൻ പുറപ്പെടുവിക്കുമെന്ന കർത്താവിന് അവളെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതി അവൾക്ക് ആ മരുഭൂമിയിൽ വെച്ച് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടു എന്നർത്ഥം വരുന്ന തന്നോട് സംസാരിച്ച ദൈവത്തെ അവൾ എൽ റോയി എന്ന് വിളിച്ചു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇസഹാക്കിൻ്റെ ജനനത്തോടെ ഇസ്മയേൽ തിരസ്കൃതനാകുന്നു. വീണ്ടും തൻ്റെ കുഞ്ഞുമൊത്ത് കൂടുതൽ ദാരുണമായ അവസ്ഥയിലൂടെ മരുപ്രദേശത്ത് അലഞ്ഞു നടക്കുന്ന ഹാഗാർ. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഭയന്ന് അത് കാണാൻ കഴിയാതെ കുഞ്ഞിനെ കിടത്തിയിട്ട് മാറിയിരുന്ന് നിലവിളിക്കുന്ന ഹാഗാർ. ആ ഹാഗാറിൻ്റെ നിലവിളിയും ദൈവത്തിൻ്റെ ചെവികളിലെത്തി. ദൈവം വീണ്ടും അവളോട് സംസാരിക്കുന്നു. അവളെക്കുറിച്ചുള്ള വലിയ പദ്ധതി ദൈവം വീണ്ടും അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ നിമിഷം ഹാഗാറിൻ്റെ കണ്ണുകൾ തുറന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. കണ്ണുകൾ തുറക്കപ്പെട്ട അവൾ തൻ്റെ മുമ്പിൽ ഒരു കിണർ കണ്ടു. അതെ, ആ കിണർ, അതിൽ നിന്നുണ്ടായ ആ നീരുറവ, അത് വെറുമൊരു ദാഹജലമായിരുന്നില്ല അവൾക്ക്. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവജലമായിരുന്നു. അവളുടെ പ്രശ്നങ്ങൾക്ക്, അവളുടെ വലിയ വലിയ സഹനങ്ങൾക്ക്, വേദനകൾക്ക് ദൈവം മുന്നിൽ ഒരുക്കിക്കൊടുത്ത രക്ഷയുടെ മാർഗം, ജീവൻ്റെ മാർഗം, അത് കാണുവാൻ തക്കവണ്ണം ആ മരുഭൂമിയിൽ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ആ ഏകാന്തതയിൽ അവളുടെ കണ്ണുകൾ ദൈവം തുറന്നു കൊടുത്തു. നമുക്കറിയാം, നമ്മളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. പലപ്പോഴും ലോകത്തിൻ്റെ വഴികളിൽ നിന്നൊന്ന് മാറി സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിനെ കാണുവാനും അവിടുത്തെ കേൾക്കുവാനും സാധിക്കുകയുള്ളൂ. അവിടുത്തെ തിരുരക്തത്താൽ കഴുകപ്പെടണമെന്ന് നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ നേരെ അന്ധത പാപിക്കാതെ ഒരിക്കലും കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പലരും ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അവർ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ആ തിരുരക്തം, കർത്താവ് തമ്പുരാൻ മുന്നിൽ കാണിച്ചു തരുന്ന രക്ഷയുടെ മാർഗം, ജീവൻ്റെ മാർഗം കാണുവാൻ സാധിക്കാതെ അവരുടെ കണ്ണുകളും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും മോഹങ്ങളിലും അടയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളിലേക്ക് കർത്താവിൻ്റെ പ്രകാശം കടന്നു വന്നാൽ മാത്രമേ നമുക്ക് നന്മയെ ദർശിക്കുവാനും തിന്മയെ ദർശിക്കാതിരിക്കുവാനും സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കണം. കർത്താവിൻ്റെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കരുണയും നീതിയും സ്നേഹവും വിനയവും ഒക്കെ നിറഞ്ഞതാണ് കർത്താവിൻ്റെ കണ്ണുകൾ. അതുകൊണ്ടാണ് കർത്താവിന് ഈ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട പാപികളായ മക്കളിൽ ഏറ്റവും ചെറിയ മക്കളെപ്പോലും കർത്താവ് അവരിൽ വലിയ വിശുദ്ധരെയും വിശിഷ്ടരായ വ്യക്തികളായും അവരെ കാണാൻ സാധിച്ചത് കർത്താവിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന സ്നേഹവും കരുണയും കൊണ്ടാണ്. നമുക്കറിയാം, സക്കേവൂസിനും പാപിനിയായ സ്ത്രീയെയും നല്ല കള്ളനെയും ചുങ്കക്കാരനായ മത്തായിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന നന്മയും വിശുദ്ധിയും മാത്രം കാണുവാനാണ് കർത്താവിന് സാധിച്ചത്. അതുകൊണ്ടൊക്കെ വീണ്ടും ഒരവസരം, അവരുടെ ജീവിതം, ഒരു പുതിയ ജീവിതം കൊടുക്കുവാനായിട്ട് കർത്താവിന് കഴിയുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും ഒരുപാട് പാപാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൾ അവരുടെ തിന്മ ദർശിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ കണ്ണുകൾക്ക് മറ്റുള്ളവരുടെ നന്മ ദർശിക്കുവാൻ കഴിയണം. ഈശോയുടെ കണ്ണുകളിലൂടെ നമ്മൾ മറ്റുള്ളവരെ കാണണം. നമ്മുടെ ജീവിതത്തിൽ തന്നെ അനേക പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പല വ്യക്തികളും ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നമെങ്കിലും കടന്നു വരുമ്പോൾ അനവധിയായിട്ട് ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാതെ ആ പ്രശ്നത്തെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടുന്ന വ്യക്തികളുണ്ട്.
പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഓരോ കാര്യത്തെയും നമ്മൾ എപ്രകാരം കാണുന്നു, അല്ലെങ്കിൽ എപ്രകാരം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിലുള്ളതാണ് യഥാർത്ഥമായ കാഴ്ച അടങ്ങിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണെന്ന് വചനം പറയുന്നു. കണ്ണ് നല്ലതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. മറ്റുള്ളവരുടെ തിന്മ നമ്മൾ ദർശിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെയാണ്, നമ്മുടെ ജീവിതമാണ് അന്ധകാരത്തിലായി മാറുന്നത്. ഞാൻ ഈ സമയത്ത് പൗലോ കൊയ്ലോ എന്ന് എഴുതിയ ജാലക കാഴ്ചകൾ എന്ന ഒരു ചെറുകഥ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരു യുവദമ്പതികൾ ഒരു വാടക വീട്ടിൽ താമസം ആരംഭിക്കുന്നു. ആ സ്ത്രീ എന്നും രാവിലെ എഴുന്നേറ്റ് തൻ്റെ അടുത്ത വീട്ടിലെ അലക്കിയിട്ടിരുന്ന തുണികളിലേക്ക് തൻ്റെ ജനാലയിലൂടെ നോക്കും. അപ്പോൾ കാണുന്നത് ആ വസ്ത്രങ്ങളൊന്നും ശരിയായിട്ട് വെളുത്തിട്ടില്ല. അപ്പോൾ ഭർത്താവിനോട് എന്നും പരിഹാസ രൂപേണ ഓരോ കമൻറ്റുകൾ അവൾ പറയും. ആ സ്ത്രീക്ക് നന്നായിട്ട് അലക്കാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവൾ ഉപയോഗിക്കുന്ന സോപ്പ് നല്ലതായിരിക്കുകയില്ല. ഇങ്ങനെ എന്നും പരിഹാസ രൂപേണ അവൾ ആ ഓരോ കമൻറ്റ് ഓരോ ദിവസം എഴുന്നേറ്റ് പറയും. പക്ഷേ ആ ഭർത്താവ് ഒന്നും പ്രതികരിച്ചില്ല. ഒരു മാസങ്ങൾക്ക് ശേഷം അവൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഇന്ന് എന്തു പറ്റിയെന്നറിയില്ല, അവളുടെ വസ്ത്രങ്ങളെല്ലാം നല്ല വൃത്തിയായി കിടക്കുന്നു. ആരോ അവളെ നന്നായി അലക്കാൻ പഠിപ്പിച്ചു. പക്ഷേ അന്നേരം ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ നീ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ നോക്കിക്കൊണ്ടിരുന്ന ആ ജനാല തുടച്ചു വൃത്തിയാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ, മാലിന്യം നിറഞ്ഞ നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പം പലപ്പോഴും പല വ്യക്തികളുടെയും നന്മ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ വഴികൾ, പലപ്പോഴും ക്രിസ്തുവിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 8:12 ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ലോകത്തിൻ്റെ പ്രകാശമായിട്ട് കടന്നു വന്ന ഈശോ, ആ ഈശോയെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്രകാരമാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കേണ്ടത്? എന്താണ് കർത്താവിൻ്റെ വഴി? നമുക്കറിയാം, കർത്താവ് കാണിച്ചു തന്നത് ഒരു കുരിശിൻ്റെ വഴിയാണ്. മത്തായിയുടെ സുവിശേഷം 10:38 പറയുന്നു, സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. നമുക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും 50 നോയമ്പിൻ്റെ സമയത്ത് നമ്മൾ വളരെ ഭക്തിയോടുകൂടി കുരിശിൻ്റെ വഴി ചൊല്ലുന്നു. പലപ്പോഴും പല ആഘോഷമായിട്ട് മാറുന്നു. പലതരം പുതിയ താളമേളങ്ങളും ഗാനങ്ങളുമൊക്കെ ആയിട്ട് നമ്മളതൊരു ആഘോഷമായിട്ട് തന്നെ നടത്തുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, കർത്താവ് തന്നെ അനുഗമിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് നിൻ്റെ സ്വന്തം കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുവാനാണ് കർത്താവ് പറയുന്നത്. നമ്മൾ നമ്മുടെ അധരം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ കുരിശെടുക്കാനാണ് നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നത്. പക്ഷേ ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥിച്ചതിന് ശേഷം ആ നിമിഷം തന്നെ നമ്മുടേതായ സ്വന്തം പ്രശ്നങ്ങൾ, നമ്മളുടെ എന്തെങ്കിലും നമ്മൾ നേരിടുന്നതായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊരു സഹായമായി തീരുവാൻ ഇതൊന്നും നമുക്ക് പലപ്പോഴും ഇതിനൊന്നും നമ്മൾ തയ്യാറല്ല. കർത്താവ് നമ്മളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ വഴി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കണ്ണുകളിലും ഈ കർത്താവ് പഠിപ്പിച്ച കരുണയും സ്നേഹവും നീതിയും ഇവയൊക്കെ നിറയണം. എങ്കിൽ മാത്രമേ കർത്താവ് വഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കുരിശുകൾ വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതും ആയിത്തീരുകയുള്ളൂ. നമുക്ക് കർത്താവ് അവിടുത്തെ തിരുരക്തത്താൽ നമ്മൾ ഓരോരുത്തരുടെയും കണ്ണുകൾ കഴുകപ്പെടുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ജ്ഞാനത്താലും സത്യത്താലും വചനത്താലും നമ്മുടെ കണ്ണുകൾ പ്രകാശമുള്ളതായി തീരുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം. പൗലോസ് അപ്പസ്തോലന് തൻ്റെ ജീവിതത്തിൽ തന്നെക്കുറിച്ചുള്ള ആ പദ്ധതി, അനാദി മുതലുള്ള പദ്ധതി പൗലോസ് അപ്പസ്തോലന് തിരിച്ചറിയാൻ സാധിച്ചതുപോലെ, ഹാഗാറിന് മരുഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ കഴിഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് അല്പമൊന്ന് മാറി സഞ്ചരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് നിലവിളിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അവിടുത്തെ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് വചനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് പങ്കുവെച്ച് തരുന്ന സ്വർഗീയ രഹസ്യങ്ങൾ
നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ആ വൈകല്യം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ അന്ധത മാറ്റപ്പെടുന്നതിനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.